അപ്പൊ എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞാനിപ്പോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചാലക്കുടി വന്നാണ്. പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹം കയറി. ഈ സിനിമാ ഫീൽഡിലുള്ള ഒരാളെ മരിച്ചപ്പോൾ മാത്രം ഞാനായി കരഞ്ഞിട്ടുണ്ട്. ആരാണെന്നറിയോ? കലാപന്മണി. അപ്പൊ ഏതായാലും ചാലക്കുടി വരെ വന്നേലേ, ഒരാഗ്രഹം. മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന പാടി ഒന്ന് കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമാ നടന്മാർ നമ്മളെ വിട്ട് നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഓർക്കുമ്പോൾ മുഴുവനും സങ്കടം വരുന്ന ഒരു മുഖം അത് കലാഭവൻ മാത്രമായിരിക്കും കേട്ടോ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മണിച്ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ സങ്കടം വരാത്ത ആരും നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ. മണിച്ചേട്ടൻ ഇപ്പോഴും ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാടെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം മണിച്ചേട്ടൻ്റെ പാടി കാണാൻ പോകുന്ന വഴിയിൽ ഞാൻ കണ്ട കാഴ്ചയാണ് 3 ചെറിയ കുട്ടികൾ കുമ്മട്ടിങ്ങ ജ്യൂസ് വിൽക്കാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ ഒന്നൊരു കുമ്മട്ടിങ്ങ ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ട് വീണ്ടും യാത്രയാവും. ജ്യൂസൊക്കെ ആയിട്ടാണല്ലോ. എത്രടാ ജ്യൂസിന്? ജ്യൂസാ? ആ, ആരാണ് ജ്യൂസിന്റെ ഓണർ? നിങ്ങൾ 3 പേരും വെക്കേഷൻ കഴിയുമ്പോ നിർത്തും? എന്റെ പേര് ശ്രീഹരി. ഞാൻ എത്രയാണ്? 15. നീ എത്രയല്ല പഠിക്കണത്? 5. ജ്യൂസിന് എത്രയാണ്? 15. ബാക്കി പൈസ തരണ്ട കേട്ടോ. പൈസ എടുത്തോടെ തരണ്ട. എടുത്തു. ശ്രീജിത്ത്. പോയിക്കോട്ടെ. പരിപാടി ഉഷാറായിട്ട് നടക്കട്ടെ. ഓക്കെ, ബൈ. നമുക്ക് വഴിയൊന്നും നൈസായിട്ട് തെറ്റി. പക്ഷെ എങ്കിലും നല്ലൊരു അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ ചാലക്കുടി പുഴയുടെ തീരത്ത്. അങ്ങനെ ഞാൻ മണിച്ചേട്ടൻ്റെ പാടിയിലോട്ട് എത്തിയിട്ടാ. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതും കുറേ കിളികളുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. എന്തുകൊണ്ട് സമാധാനം കിട്ടുന്നൊരു അന്തരീക്ഷം. പാടിയിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലൊരു ഫ്ലെക്സ് വലിച്ചിട്ട് തന്നെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്നൊരു വീടുണ്ട്. ഈ വീട് 20 വർഷം മുമ്പ് മണിച്ചേട്ടൻ തമിഴ്നാട്ടിലുള്ളവർക്ക് ഉഴുന്നോടെയും മറ്റു സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് കൊടുത്തതാണ്. അവരിന്നും ആ ജോലി അവിടെ തുടർന്ന് പോകണ്ടോ. മറ്റുള്ളവരൊക്കെ ഒരു പണം കിട്ടി കാശ് കിട്ടുമ്പോൾ അവരാണ് ഏറ്റവും വലിയ കലാകാരന്മാരെന്നുള്ള ഭാവന. അപ്പോ ഇവരതില്ല, എല്ലാവരും തൊട്ടുകൂടി ഇങ്ങനെ പോണ ആളാ. യോഗമില്ല. അത് തന്നെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഏത് ലെവലിൽ നിൽക്കേണ്ട ആളാ. പിന്നെ പള്ളി തന്നെ നല്ല ഇതിലായിരുന്നു. ഇനി പോണേ കൂടെ കഴിയാനാ അത് യോഗം. പടിഞ്ഞാറ് സൂര്യൻ തന്നെ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിലെ തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ നെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ അരടി മണ്ണിലുറങ്ങയല്ലോ നെല്ലു തെക്കേ. ഈ ഒരു കാഴ്ച നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണെന്നറിയാമോ? നമ്മളുടെ കയ്യിൽ പണമുള്ള സമയത്ത് നമ്മുടെ കൂടെ ചിരിക്കാനും കളിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ, ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പണം നോക്കി കൂട്ടുകൂടുന്ന സുഹൃത്തുക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക.